മാർച്ച് 17 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ പാട്രിക്, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ തെയോഡോർ, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അഗ്രിക്കൊള്ള, തിവല്ലസിലെ വിശുദ്ധ ജർത്രൂദ്. വിശുദ്ധ പാട്രിക് 389-461 കാലഘട്ടത്തിലാണ് വിശുദ്ധ പാട്രിക് ജീവിച്ചിരുന്നത്. അയർലൻഡിൻ്റെ അപ്പസ്തോലനും ആർമാഗിലെ ആദ്യത്തെ ബിഷപ്പുമായ പാട്രിക് സ്കോട്ട്ലൻഡിൽ ഒരു കെൽറ്റോ റോമൻ കുടുംബത്തിൽ ജനിച്ചു. ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ്റെ സഹോദരപുത്രി കൊഞ്ചയോ ആയിരുന്നു അമ്മ. 16 വയസ്സുള്ളപ്പോൾ കാട്ടുജാതിക്കാർ പാട്രിക്കിനെ തട്ടിക്കൊണ്ടുപോയി. അവനെ അയർലൻഡിലാണ് അവർ കൊണ്ടുപോയത്. അവിടെ അടിമയായി വിറ്റു. 6 മാസം അങ്ങനെ അടിമയായി ആടുകളെ നോക്കി അർദ്ധ പട്ടിണിയിൽ കഴിഞ്ഞു. തന്നിമിത്തം കൂടുതൽ ദൈവ ഐക്യത്തിൽ ചെലവഴിക്കുവാൻ അവന് സാധിച്ചു. അടിമത്തത്തിൽ നിന്ന് മോചിതനായപ്പോൾ സ്വന്തം നാട്ടിലേക്കുള്ള കപ്പൽക്കാർ കപ്പൽക്കൂലി കൂടാതെ പാട്രിക്കിനെ കൊണ്ടുപോയി. കപ്പൽ ഇറങ്ങിയതിന് ശേഷം സ്വഭവനത്തിലെത്താൻ 29 ദിവസം വേണ്ടി വന്നു. പാട്രിക്കിൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും മാർഗമധ്യേ പാട്രിക്കിനും കൂട്ടുകാർക്കും മുടങ്ങാതെ ഭക്ഷണം ലഭിക്കുകയും ചെയ്തു. 6 വർഷം കഴിഞ്ഞ് പാട്രിക് ഫ്രാൻസിലും ഇറ്റലിയിലും മറ്റും യാത്ര ചെയ്തു. ഫ്രഞ്ച് തീരത്തുള്ള ലെറിൻസിൽ അദ്ദേഹം കുറേ കാലം പഠനം നടത്തി. ഓക്സേർ എന്ന പ്രദേശത്ത് 15 വർഷം ചെലവഴിച്ചു. 43-ാമത്തെ വയസ്സിൽ അദ്ദേഹം മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. ഒരു സ്വപ്നത്തിൽ ഐറിഷ് ബാലികാബാലന്മാർ തൻ്റെ നേർക്ക് കൈനീട്ടിയിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. അയർലൻഡിൽ മിഷൻ വേല ചെയ്യാനുള്ള ഒരു ക്ഷണമായി പാട്രിക് ഈ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. എരിയുന്ന തീഷ്ണതയോടെ പാട്രിക് അയർലൻഡിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തി അനേകരെ മനസ്സാന്തരപ്പെടുത്തി. ആവശ്യം പോലെ പുരോഹിതന്മാരെ നിയമിച്ചു. കന്യകകളെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഐറിഷ് സഭ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നാമമാത്ര ക്രിസ്ത്യാനിയായിരുന്ന കൊറോട്ടിക് രാജാവ് പല ക്രൈസ്തവരെയും വധിച്ചു. പലരെയും അടിമകളായി വിറ്റു. പാപിയും അജ്ഞനുമായ പാട്രിക് എന്ന് സ്വയം സംബോധന ചെയ്തുകൊണ്ട് കൊറോട്ടിനെഴുതിയ കത്ത് തൻ്റെ ആളുകളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആർദ്രമായ സ്നേഹത്തെ സ്പഷ്ടമാക്കുന്ന ഒന്നായിരുന്നു. 433 ഉയർപ്പ് ഞായറാഴ്ച ഷാംറോക്ക് മരത്തിൻ്റെ ത്രിതലപത്രം ഉപയോഗിച്ച് പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി പ്രസംഗിക്കുകയും രാജസഹോദരൻ കൊണാൾ മാനസാന്തരപ്പെടുകയും ചെയ്തു. അതോടെ അയർലൻഡിൻ്റെ മാനസാന്തരം ത്വരിതപ്പെട്ടു. ഡ്രൂയിഡ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടർ അദ്ദേഹത്തെ വളരെയധികം മർദ്ദിച്ചിരുന്നു. 12 പ്രാവശ്യം അദ്ദേഹത്തെയും അനുയായികളെയും ജയിലിലടയ്ക്കുകയും വധിക്കാൻ ഉദ്യമിക്കുകയും ചെയ്യുകയുണ്ടായെങ്കിലും ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം എപ്പോഴും രക്ഷപ്പെട്ടു. വിശുദ്ധ പാട്രിക് അയർലൻഡിൻ്റെ മധ്യസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദേശീയോത്സവമായിട്ട് അയർലൻഡുകാർ ആഘോഷിക്കുന്നു. പാട്രിക്കിന് എപ്പോഴും തന്നെ ദൈവം സംരക്ഷകനായി നിന്നിരുന്നു. അദ്ദേഹം ദൈവത്തോട് എത്രത്തോളം അടുപ്പത്തിലായിരുന്നുവെന്ന് പാട്രിക്കിൻ്റെ ഏറ്റവും പ്രശസ്തമായ പ്രാർത്ഥന നമുക്ക് കാണിച്ചു തരുന്നു. അതിനെ വിശുദ്ധ പാട്രിക്സിൻ്റെ നെഞ്ചളവ് എന്നാണ് വിളിക്കുന്നത്. ഒരു പട്ടാളക്കാരൻ്റെ ഹൃദയത്തെ ദോഷത്തിൽ നിന്നും സംരക്ഷിക്കുന്ന കവചമാണ് നെഞ്ചളവ്. അതിങ്ങനെയാണ്: എൻ്റെ കൂടെ ക്രിസ്തു, എൻ്റെ മുൻപിൽ ക്രിസ്തു, എൻ്റെ പിന്നിൽ ക്രിസ്തു, എൻ്റെ ഉള്ളിൽ ക്രിസ്തു, എൻ്റെ കീഴിൽ ക്രിസ്തു, എൻ്റെ മുകളിൽ ക്രിസ്തു, എൻ്റെ വലതുവശത്ത് ക്രിസ്തു, എൻ്റെ ഇടതുവശത്ത് ക്രിസ്തു. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. വിശുദ്ധ പാട്രിക്കിൻ്റെ മധ്യസ്ഥത്താൽ അയർലൻഡിലെ വിശ്വാസം ആദിമ ശതാബ്ദത്തിലെ പോലെ ഇന്നും സജീവമാണ്. ഏത് ഭൗതിക നാശത്തെക്കാളും ഉപരിയായി വിശ്വാസത്തിൽ നിന്നുള്ള തുച്ഛമായ വ്യതിയാനത്തെ ഭയപ്പെടുവാൻ വേണ്ട അനുഗ്രഹം വാങ്ങിത്തരാൻ വിശുദ്ധ പാട്രിക്കിനോട് നമുക്ക് അപേക്ഷിക്കാം.